السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين. أما بعد. ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കണമേ എന്ന് ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോട് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഗൗരവത്തിൽ വസിയത്ത് ചെയ്യുകയാണ്. മുദക്കിറത്തുൽ ഹദീസ് അൻ നബവി ഫിൽ അഖീദത്തി വൽ ഇത്തിബാ എന്ന സൗദി അറേബ്യയിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതനായ ഷെയ്ഖ് റബീഅ് അൽ മദ്ഖലിയുടെ തൗഹീദിനെ സ്ഥാപിക്കുവാനും അതുമായി ബന്ധപ്പെട്ട അസ്ലുകളും കാര്യങ്ങളും ഒക്കെ സ്ഥാപിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ക്രോഡീകരിച്ച ഏകദേശം 21 ഹദീസുകൾ അടങ്ങുന്ന ഒരു ചെറു ഗ്രന്ഥമാണ് ഈ റമളാനിന് ഇൻഷാ അല്ലാഹ് നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ കിതാബിലെ രണ്ടാമത്തെ ഹദീസാണ് ഇന്ന് ഇൻഷാ അല്ലാഹു തആല നമ്മൾ മനസ്സിലാക്കാനിരിക്കുന്നത്. ഹദീസ് ഇപ്രകാരമാണ്: അൻ ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഷഹിദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു വഅന്ന ഈസ അബ്ദുല്ലാഹി വറസൂലുഹു വകലിമതുഹു അൽഖാഹ ഇലാ മറിയം വറൂഹും മിൻഹു വൽജന്നത ഹഖ്ഖുൻ വന്നാറ ഹഖ്ഖുൻ അദ്ഖലഹുല്ലാഹുൽ ജന്നത അലാ മാ കാന മിനൽ അമൽ. ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ കിതാബുൽ അംബിയയിലും ഇമാം മുസ്ലിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ കിതാബിലെ കിതാബുൽ ഈമാനിലും ഇമാം അഹ്മദ് റഹിമഹുല്ലാ തൻ്റെ മുസ്നദിലും ഉദ്ധരിച്ച ഹദീസാണിത്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു മഹാനായ സ്വഹാബി വര്യനാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്ത ഒരു സ്വഹാബിയാണ്. അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ നാഴികക്കല്ലുകളായ അഖബ ഉടമ്പടികൾ, 2 അഖബ ഉടമ്പടികളിലും പങ്കെടുത്ത സ്വഹാബിയാണ്. അദ്ദേഹം മദീനയിൽ ആദ്യ കാലഘട്ടങ്ങളിൽ ഖുർആൻ പഠിപ്പിക്കുന്ന അധ്യാപകനായിക്കൊണ്ടും പിന്നീട് പിൽക്കാലത്ത് അദ്ദേഹം ഷ്യാമിലേക്ക് അവിടെ ഖുർആൻ അധ്യാപനത്തിനായി കഴിച്ചുകൂട്ടുകയും ചെയ്തു എന്ന ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അദ്ദേഹം ഹിജറ 32 ബൈത്തുൽ മഖ്ദിസിൽ വെച്ച് അദ്ദേഹം മരണപ്പെടുന്നത്. ഈ ഹദീസ് അറിയിക്കുന്നത് 5 കാര്യങ്ങളെ പറ്റിയാണ്. ഒന്നാമത്തെ കാര്യം ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമുക്കറിയാം, ഈ ലോകത്തിൻ്റെ ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ അടിസ്ഥാനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ്. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ കേവലം നാവുകൊണ്ട് ഉച്ചരിക്കുക എന്നതിനപ്പുറം അതിനെ ഹൃദയം കൊണ്ട് മനനം ചെയ്ത് അതിനെ പഠനവിധേയമാക്കി അത് മുന്നോട്ട് വെക്കുന്ന ഷർത്തുകളും അതുപോലെ തന്നെ അതിൻ്റെ റുക്കുനുകളും എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതനുസരിച്ചുള്ള അമല് ജീവിതത്തിൽ കൊണ്ടുവരുമ്പോഴാണ് ഷഹാദത്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ സാക്ഷ്യവാക്യത്തിനോട് പരിപൂർണമായി കൂറുപുലർത്തി എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. ഷഹാദത്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ സാക്ഷ്യവാക്യത്തിന്, ലോകത്തിൻ്റെ തന്നെ അടിസ്ഥാനമായ ഈ വാക്യത്തിന് 2 റുക്കുനുകളാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഒന്നാമതായിക്കൊണ്ട് അൻ നഫി, അതായത് നിഷേധിക്കുക. രണ്ടാമതായിക്കൊണ്ട് അൽ ഇസ്ബാത്ത്, അതായത് സ്ഥാപിക്കുക. അൻ നഫി വൽ ഇസ്ബാത്ത്, ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ അസ്ല്, അതിൻ്റെ റുക്കുനുകളാണിത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് നഫി എങ്ങനെയാണ് വരിക എന്ന് ചോദിച്ചാൽ, താഗൂത്തുകളായ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ദുർമൂർത്തികളായ എല്ലാവിധ ആരാധ്യ വസ്തുക്കളെയും ആരാധ്യന്മാരെയും നിഷേധിക്കുക എന്നുള്ളതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹിലെ നഫി. അതാണ് നാം ആദ്യം പറയുമ്പോൾ ലാ ഇലാഹ, ഒരിലാഹുമില്ല എന്ന് പറയുന്നത്. പിന്നീട് അതിൻ്റെ രണ്ടാമത്തെ റുക്കുനായി ഇസ്ബാത്ത്, അതായത്
അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന ഏകനായ ഒരേ ഒരു ഇലാഹിനെ സ്ഥാപിക്കുക. അതാണ് അൽ ഇസ്ബാത്ത്. അതാണ് ഇല്ലല്ലാ എന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ നഫിയും ഇസ്ബാത്തും, അതായത് അതിൻ്റെ 2 റുക്കുനുകളാണ് ഉള്ളത്. രണ്ടാമതായിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ശുറൂത്തുകളാണ്. പണ്ഡിതന്മാർ അതിനെ കാവ്യരൂപത്തിൽ രചിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇൽമുൻ യഖീനും വ ഇഖ്ലാസും വ സിദ്ഖുക മഅ മഹബ്ബത്തിൻ വൻ ഖിയാദിൻ വൽ ഖബൂലി ലഹ. ഇൽമ്, ലാ ഇലാഹ ഇല്ലല്ലാ അതിൻ്റെ ആശയ ആദർശ തലങ്ങളെ കൃത്യമായിക്കൊണ്ട് പഠിക്കാൻ നാം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ യഖീന്, യാതൊരുവിധ സംശയത്തിനും ഇടമില്ലാത്ത രൂപത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിനെ യഖീനോടുകൂടി ദൃഢനിശ്ചയത്തോടു കൂടി നാം അതിനെ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇഖ്ലാസ്, അള്ളാഹു അല്ലാത്ത ഒരു ആളുകൾക്കും യാതൊരുവിധ ആരാധ്യന്മാർക്കും ഒന്നിനും ആരാധനകൾ അർപ്പിക്കാതെ അള്ളാഹുവിന് മാത്രം ആരാധനകൾ വകവെച്ച് കൊടുത്തുകൊണ്ട് ഇഖ്ലാസിനെ മുറുകെ പിടിക്കുക. വസിദ്ഖ്, അതുപോലെ തന്നെ സത്യസന്ധത പുലർത്തുക. അതുപോലെ തന്നെ മുഹബ്ബത്തും വൻഖിയാദുല്ലഹ വൽ ഖബൂലിലഹ. മഹബ്ബത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹയോട് പരിപൂർണമായി കൊണ്ടുള്ള ഹുബ്ബ്, ഇഷ്ടം നാം പ്രകടിപ്പിക്കുക. അതുപോലെ തന്നെ അതിനെ കീഴൊതുങ്ങിക്കൊണ്ട് അതിനെ സ്വീകരിച്ചുകൊണ്ട് നാം ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിനോട് അതിൻ്റെ പരിപൂർണ രൂപത്തിൽ നാം അതിനെ മനസ്സിലാക്കുക, അതിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കുക. അതുപോലെ തന്നെ രണ്ടാമതായിക്കൊണ്ട് ഈ ഹദീസ് മുന്നോട്ട് വെക്കുന്നത് ഷഹാദത്തു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം അള്ളാഹുവിൽ നിന്നുള്ള ദൂതനാണ് എന്നും അള്ളാഹുവിൻ്റെ അടിമയാണ് എന്നും സാക്ഷ്യം വഹിക്കുന്ന ആ സാക്ഷ്യവാക്യമാണ് രണ്ടാമതായിക്കൊണ്ട് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അന്ത്യപ്രവാചകനെന്നും അതുപോലെ തന്നെ അദ്ദേഹം അള്ളാഹുവിൻ്റെ അടിമയാണ് എന്നും അദ്ദേഹത്തിന് ഇബാദത്തുകൾക്ക് അർഹതയില്ല എന്നും ഈ സാക്ഷ്യവാക്യത്തിലൂടെ നാം ഉറച്ചു വിശ്വസിക്കുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നുകളിലേക്കും മനുഷ്യരിലേക്കും ഒരുപോലെ നിയോഗിക്കപ്പെട്ടിട്ടുള്ള പ്രവാചകനാണ് എന്നും ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ 2 ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന ഈ ഷഹാദത്ത് കൊണ്ട് കേവലം നാം ഈ ഷഹാദത്ത് നാവ് കൊണ്ട് ഉച്ചരിക്കുന്നതിനപ്പുറം ഈ ഷഹാദത്തിൻ്റെ തേട്ടങ്ങളായ ഈ ഷഹാദത്ത് തേടുന്ന അമലുകളുണ്ട്. നമസ്കാരം, വാജിബായ നമസ്കാരങ്ങൾ, നോമ്പ്, സക്കാത്ത്, ഇതുപോലെ വാജിബായതും മൻദൂബായതുമായ കർമ്മങ്ങൾ, ഇതെല്ലാം ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തേട്ടങ്ങളായ അത് ലാസിമാക്കുന്ന, അത് അനിവാര്യമാക്കുന്ന എല്ലാവിധ അമലുകളും ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളതും ഈ 2 ഷഹാദത്തിൻ്റെ പൂർണ്ണതയെ ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പഠിപ്പിച്ചുവോ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് എന്ത് കൽപ്പിച്ചുവോ ആ കൽപ്പനകളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഏതൊരു സുന്നത്താണെങ്കിലും, താടി പിടിക്കുകയാണെങ്കിലും, മുടി വെട്ടുന്ന വിഷയത്തിലാണെങ്കിലും, വസ്ത്രദാനത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും, എല്ലാ വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ മുറുകെ പിടിക്കുക, അള്ളാഹുവിൻ്റെ കൽപ്പനകളെ പാലിക്കുക എന്നുള്ളത് ഈ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പരിപൂർണതയെ ബാധിക്കുന്ന വിഷയമാണ് എന്നുകൂടി നാം ഇതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. മൂന്നാമതായിക്കൊണ്ട് ഹദീസ് മുന്നോട്ട് വെക്കുന്നത് അൽ-ഇഅ്തിഖാദു ബി അന്ന ഈസ അബ്ദുല്ലാഹി വ റസൂലുഹു വ കലിമത്തുഹു അൽഖാഹ ഇലാ മറിയം വ റൂഹും മിൻഹു. ഈസാ നബിയുമായി ബന്ധപ്പെട്ട് 4 കാര്യങ്ങളാണ് വിശ്വസിക്കുവാൻ വേണ്ടി ഹദീസ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. ഒന്നാമതായിക്കൊണ്ട് അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലാണ്, അള്ളാഹുവിൻ്റെ അടിമയാണ് എന്നും, രണ്ടാമതായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നും, അതുപോലെ തന്നെ മറിയമിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇട്ടുകൊടുത്തിട്ടുള്ള അള്ളാഹുവിൻ്റെ വചനമാണ് എന്നും അള്ളാഹുവിൻ്റെ പക്കലുള്ള റൂഹ് ആണ് എന്നും നാം വിശ്വസിക്കണം. അതായത് അള്ളാഹുവിൻ്റെ അടിമയാണ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ മകനല്ല എന്നും അത് അള്ളാഹു അല്ല എന്നും ഈ രൂപത്തിൽ യഹൂദികളും നസ്രാനികളുമായ ആളുകളുടെ വാദത്തിന് മറുപടിയായിക്കൊണ്ട് അക്കാലത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ കലിമത്തുഹു അൽഖാഹ ഇലാ മറിയമിലേക്ക് അള്ളാഹു ഇട്ടുകൊടുത്തിട്ടുള്ള അള്ളാഹുവിൻ്റെ വചനമാണ് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ തന്നെ നമുക്ക് വ്യക്തമാക്കി തരുന്നു. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അള്ളാഹു എന്തെങ്കിലും ഒരു കാര്യം സൃഷ്ടിക്കുവാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിനോട് കുൻ എന്ന് പറയുക എന്നുള്ളതാണ്. അതായത് ഉണ്ടാകൂ എന്ന് പറയേണ്ട താമസം മാത്രമാണുള്ളത്. അള്ളാഹു കുൻ എന്ന് പറയുന്ന പക്ഷം അള്ളാഹു ഉദ്ദേശിച്ച കാര്യം അവിടെ ഉണ്ടാകുന്നു. ആ കുൻ എന്ന വചനമാണ് ഈ കലിമത്തുഹു അൽഖാഹ ഇലാ മറിയം എന്നതുകൊണ്ടുള്ള വിവക്ഷ എന്ന് പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വറൂഹും മിൻഹു, അള്ളാഹുവിൽ നിന്നുള്ള ആത്മാവ് ആണ് എന്ന് പറയുമ്പോൾ
അതിൻ്റെ അർത്ഥം പണ്ഡിതന്മാർ വിശദമായിക്കൊണ്ട് തന്നെ കിതാബുകളിൽ ചർച്ച ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. റൂഹും മിൻഹു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പക്കലുള്ള ഈസ റൂഹും മിനൽ അർവാഹ് അല്ലതി ഖലഖഹ അല്ലാഹു വ ഔജദഹ. അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള റൂഹുകളുടെ കൂട്ടത്തിൽ, ആത്മാക്കളുടെ കൂട്ടത്തിലുള്ള ഒരു ആത്മാവാണ് ഈസാ നബി അലൈഹി സ്വലാം. അല്ലാതെ അള്ളാഹുവിൻ്റെ റൂഹിൻ്റെ ഭാഗമാണെന്നോ ആ രൂപത്തിലുള്ള കാര്യങ്ങളല്ല ഈ ഹദീസ് കൊണ്ടുള്ള വിവക്ഷ എന്നുകൂടി നാം ഇതിനോട് ചേർത്ത് മനസ്സിലാക്കുക. നാലാമതായി കൊണ്ട് ഹദീസ് പഠിപ്പിക്കുന്നത് വൽ ജന്നത ഹഖുൻ, അഞ്ചാമതായി വന്നാറ ഹഖുൻ. സ്വർഗ നരകങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് എന്നും അത് സത്യമാണ് എന്നും അതിന് ഹഖീഖത്തുണ്ട് എന്നും ദൃഢമായിക്കൊണ്ട് വിശ്വസിക്കുക. ഈ 5 കാര്യങ്ങൾ വിശ്വസിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഷെയ്ഖ് ആയി കിതാബിൻ്റെ ഈ ഒരു ഹദീസ് അവസാനിപ്പിക്കുന്നിടത്ത് അദ്ദേഹം പറയുന്നതായി കൊണ്ട് കാണാൻ സാധിക്കും, ഹാദിഹിൽ ഉമൂറുൽ ഖംസ മൻ സദ്ദഖ വ ആമന ബിഹാ വ അമില ബിമാ തഖ്തളീഹി അദ്ഖലഹു അല്ലാഹുൽ ജന്ന വ ഇൻ കാന മുഖസ്സിറൻ വലഹു ദുനൂബുൻ വദാലിക ബിസബബി തൗഹീദിഹി വ ഇഖ്ലാസിഹി അൽ ഇബാദത്തു ലില്ലാഹി വഹ്ദഹു എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുകയാണ്, ഈ 5 കാര്യങ്ങൾ കൃത്യമായി കൊണ്ട് സത്യപ്പെടുത്തുകയും അതിൽ വിശ്വസിക്കുകയും ഇത് തേടുന്ന കാര്യങ്ങൾ അത് അനിവാര്യമാക്കുന്ന പ്രവർത്തനങ്ങൾ, കർമ്മങ്ങൾ അത് നിർവഹിക്കുകയും ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അദ്ദേഹത്തെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ അമലുകൾക്ക് കുറവുണ്ടെങ്കിലും അദ്ദേഹത്തിന് തെറ്റുകുറ്റങ്ങൾ പറ്റിപ്പോയിട്ടുണ്ടെങ്കിലും അത് അള്ളാഹു മാപ്പാക്കുകയും സ്വർഗപ്രവേശനത്തിന് ഈ 5 കാര്യങ്ങൾ കൃത്യമായിക്കൊണ്ട് ജീവിതത്തിൽ പാലിക്കുന്നതിനെ സ്വർഗപ്രവേശനത്തിന് കാരണമാക്കി തീർക്കുകയും ചെയ്യും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ഒരു ഹദീസ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത് ഫദ്ലു അൽ അഖീദത്തി ബി തൗഹീദില്ല, അള്ളാഹു ഏകനാണ്, തൗഹീദിലുള്ള വിശ്വാസത്തിൻ്റെ ശ്രേഷ്ഠത അതിനെ സൂചിപ്പിക്കുന്ന ഒരു ബാബിലാണ് ഈ ഹദീസ് അദ്ദേഹം കൊണ്ടുവന്നത്. അതായത് പ്രവർത്തനങ്ങൾ കുറവ് വന്നിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ തിന്മകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും തൗഹീദുള്ള ആളെ സംബന്ധിച്ചിടത്തോളം സ്വർഗപ്രവേശനത്തിന് അത് തന്നെ മതി എന്നുള്ളതാണ് ഈ ഹദീസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ ഈ ഒരു ഹദീസിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ ഹദീസിൽ നിന്ന് തെളിവെടുത്തുകൊണ്ട് നമുക്കൊരിക്കലും അമലുകളിൽ കുറവ് വരുത്താൻ ഇത് തെളിവല്ല. മറിച്ച് അമലുകളിൽ ഈ ഹദീസ് തെളിവാക്കിക്കൊണ്ട് അമലുകളിൽ കുറവ് വരുത്തുന്നത് വളരെ മൂഢമായിട്ടുള്ള, വളരെ മണ്ടത്തരമായിട്ടുള്ള കാര്യമാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇതാണ് രണ്ടാമത്തെ ഹദീസിൽ ഷെയ്ഖ് സൂചിപ്പിക്കുന്നത്. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.